When 8 Bells Toll by Alistair MacLean. എല്ലാവർക്കും നമസ്കാരം. ചാപ്റ്റർ 5 വെനസ്ഡേ ഡസ്ക് ടു 8:40 PM. താഴെ നിന്നും സബ്മെഷീൻ ഗണ്ണിൽ നിന്നുള്ള ബുള്ളറ്റുകളേറ്റ് മരിച്ചുപോയ പൈലറ്റും തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ട ഫിലിപ്പ് കാൽവർട്ടും ആ ഹെലികോപ്റ്ററിനോടൊപ്പം അറ്റ്ലാന്റിക്കിൻ്റെ അടിത്തട്ടിലേക്ക് പോവുകയാണ്. ഹെലികോപ്റ്ററിൻ്റെ ബോഡിയിൽ മുഴുവൻ ബുള്ളറ്റ് ഹോൾസ് ഉണ്ട്. അതുവഴി വെള്ളം അകത്തേക്ക് ഇരച്ചു കയറുകയാണ്. കാൽവർട്ട് ആ വെള്ളം പൊങ്ങി വരുന്നത് കണ്ടുകൊണ്ട് ശക്തമായൊന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്തു. പിന്നീട് അദ്ദേഹം ശ്വാസം എടുക്കുന്നത് നിർത്തി. അദ്ദേഹത്തിനറിയാം ഇനി ശ്വാസം എടുത്താൽ അതോടെ തീർന്നു. അദ്ദേഹത്തെ ചുറ്റിയപ്പോഴേക്കും വെള്ളം വന്നു കഴിഞ്ഞിരുന്നു. ഒപ്പം ഇരുട്ടും. ആ അവസ്ഥയിൽ അദ്ദേഹം ഇരിക്കുന്ന ഭാഗത്തെ ഡോറ് തുറക്കാനൊരു ശ്രമം നടത്തി. അപ്പോൾ മനസ്സിലായി ശക്തമായ ആ വീഴ്ചയുടെ ആഘാതത്തിൽ ആ ഡോറ് ജാമായിരിക്കുകയാണ്. അത് തുറക്കാൻ യാതൊരു നിർവാഹവുമില്ല. പല രീതിയിലൊക്കെ ബലം പിടിച്ചു നോക്കിയെങ്കിലും യാതൊരു രക്ഷയില്ല. ഒരവസാന ശ്രമം എന്നുള്ള നിലയിൽ ഫ്രണ്ടിലുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് കാല് ചവിട്ടി ബലം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒന്നുകൂടി ആ ഡോറ് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോൾ സംഭവിച്ചത് ഡോറ് തുറക്കുകയായിരുന്നില്ല. പകരം അദ്ദേഹം ഇരിക്കുന്ന സീറ്റ് ബാക്കിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. ആ ബലത്തിൽ അദ്ദേഹം പുറകേക്ക് നീങ്ങി, ഹെലികോപ്റ്ററിൻ്റെ ഏറ്റവും പുറകേക്ക് നീങ്ങി. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൻ്റെ കൺട്രോൾ പോയി. അദ്ദേഹം ചിന്തിച്ചു ഇതോടെ കഴിഞ്ഞു. പക്ഷേ ഹെലികോപ്റ്ററിൻ്റെ ഏറ്റവും പുറകിലെത്തിയ അദ്ദേഹത്തിൻ്റെ ലങ്സിനകത്തേക്ക് കയറിയത് വെള്ളമായിരുന്നില്ല, വായുവായിരുന്നു. വിമാനത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന വായു മുഴുവൻ ഏറ്റവും പുറകിലേക്ക് കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം ശ്വസിക്കാം. ആ വായു അത്ര ശുദ്ധവായു ഒന്നുമല്ല. പെട്രോളിൻ്റെയും ഓയിലിൻ്റെയും ഒക്കെ സ്മെല്ല് നല്ലപോലെ ഉണ്ട്. മിക്കവാറും പെട്രോൾ ടാങ്ക് തകർന്നു കാണും, ഓയിൽ ടാങ്ക് തകർന്നു കാണും. കാരണം അത്രയും വെടിയേയും വിണ്ടകൾ ആ വിമാനത്തിൽ ഏറ്റിരുന്നു. പക്ഷേ വെള്ളം ലങ്സിൽ കയറുന്നതിനേക്കാൾ ഭേദമാണല്ലോ. അങ്ങനെ അദ്ദേഹം ശക്തമായി 3-4 തവണ ശ്വസിച്ചു. അതിനുശേഷം പുറത്ത് കിടക്കുന്നത് എങ്ങനെ എന്നാലോചിച്ച് അവിടെ തന്നെ കുറച്ച് നേരം പിടിച്ചുകൊണ്ട് നിന്നു. പിന്നീട് അത് ആലോചിച്ചു, പൈലറ്റ് ഇരിക്കുന്നതിൻ്റെ പുറകെ ഒരു ഡോറുണ്ട്, ആ ഡോറൊന്ന് തുറക്കാൻ ശ്രമിക്കാം. ശക്തമായി ശ്വാസം ഉള്ളിലെടുത്തുകൊണ്ട് അദ്ദേഹം ആ വെള്ളത്തിലേക്ക് ഊളിയിട്ടു. പൈലറ്റിൻ്റെ സീറ്റിൻ്റെ പുറകെയുള്ള ഡോറ് തുറക്കാൻ ശ്രമിച്ചു. അധികം വൈകാതെ ആ ഡോറ് തുറക്കാൻ അദ്ദേഹത്തിന് പറ്റി. പക്ഷേ തുറന്ന അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയില്ല. ആ ഡോറ് ശക്തമായി വലിച്ചടച്ചു. വീണ്ടും ആ വായു കുടുങ്ങി കിടക്കുന്ന ഭാഗത്തേക്ക് വെള്ളത്തിലൂടെ ഉളിയിട്ട് നീങ്ങി. അവിടെ എത്തി അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെയായിരുന്നു, ഏതായാലും ഇത് വെടിവെച്ചിട്ടവർ അത്ര പെട്ടെന്നൊന്നും മുകളിൽ നിന്ന് പോവില്ല. അവരുടെ ബോട്ട് കടലിൽ തന്നെ ഉണ്ടാവും. എന്തെങ്കിലും കാരണവശാൽ ഫിലിപ്പ് കാൽവർട്ട് മരണത്തിന് കീഴടങ്ങാതെ പൊങ്ങി വരികയാണെങ്കിൽ കൊല്ലാൻ ഉറപ്പിച്ച് തന്നെ നിൽക്കുന്നവരായിരിക്കും അവർ. മാത്രമല്ല വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പം കടലിൻ്റെ അടിത്തട്ടിലാണ് വിമാനം കിടക്കുന്നത്. അവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് പൊങ്ങി അങ്ങ് മുകളിലോട്ട് ചെന്നാൽ ഉണ്ടാകുന്ന പ്രഷറിൻ്റെ ഡിഫറൻസ് കാരണം ചിലപ്പം ജീവൻ തന്നെ അപകടത്തിലായിരിക്കും. അതുകൊണ്ട് വളരെ മെല്ലെ മാത്രമേ മുകളിലേക്ക് ഉയരാവൂ. വീണ്ടും അദ്ദേഹം ആലോചിച്ചു, അങ്ങനെ മെല്ലെ മുകളിലേക്ക് വരാൻ മാത്രമുള്ള കപ്പാസിറ്റി എൻ്റെ ലങ്സിനുണ്ടോ? കാരണം നീന്തലിനുള്ള യാതൊരു സാധനങ്ങളും കയ്യിലില്ല. ഇതിന് മുമ്പത്തെ ദിവസം കടലിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ സ്കൂബ സൂട്ടും ഒക്കെ ആയിട്ടായിരുന്നു പോയിരുന്നത്. ഇപ്പം അത്തരം ഒരു സംവിധാനങ്ങളും ഇല്ല. ഏകദേശം 6-7 മിനിറ്റിന് ശേഷം മാത്രമാണ് അദ്ദേഹം ആ പൈലറ്റിൻ്റെ സീറ്റിൻ്റെ പുറകെയുള്ള ഡോറ് തുറന്ന് പുറത്തേക്ക് കടന്നത്. വളരെ മെല്ലെ അദ്ദേഹം മുകളിലേക്ക് ഉയർന്നു. ഏകദേശം കടൽ നിരപ്പിലെത്താറാവുമ്പോഴേക്കും ശ്വാസം കിട്ടാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ശ്വാസം എടുക്കാൻ ശ്രമിച്ചാൽ ലങ്സിലേക്ക് ഇരച്ചു കയറുന്നത് ഉപ്പുവെള്ളമായിരിക്കും. അതോടെ കഴിഞ്ഞു. ഏതായാലും വളരെ പരിശ്രമിച്ച് ശ്വാസം എടുക്കാതെ ഊളിയിട്ട് അദ്ദേഹം മുകളിലേക്ക് ഉയർന്നു.
മുകളിലെത്തി അദ്ദേഹം അവിടെ ഒരു ബോട്ടിൻ്റെ അടിവശം കാണുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഊഹം തെറ്റിയില്ല, ശത്രുക്കൾ അവിടെ തന്നെ ഉണ്ട്. ആ ബോട്ടിൻ്റെ ആങ്കർ ചെയിനിൽ പിടിച്ച് അദ്ദേഹം മെല്ലെ മുകളിലേക്ക് ഉയർന്നു. വളരെ സാവധാനം ശ്വാസം വലിച്ചു. അങ്ങനെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം സാധാരണഗതിയിൽ ശ്വാസമെടുക്കാം എന്നുള്ളൊരവസ്ഥയായി. വീണ്ടും അദ്ദേഹം അവിടെ അനങ്ങാതെ തന്നെ നിൽക്കുകയാണ്. കാരണം നീന്താൻ ശ്രമിച്ചാൽ ആ ശബ്ദം അതിൻ്റെ അകത്തിരിക്കുന്നവർ മനസ്സിലാക്കും, അവർ കടലിലേക്ക് ഷൂട്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. ഏകദേശം 15 മിനിറ്റിന് ശേഷം ആ ബോട്ട് അവിടെ നിന്ന് നീങ്ങാൻ തുടങ്ങി. ശത്രുക്കൾക്ക് മനസ്സിലായി ഇനി ഒരു കാരണവശാലും ഫിലിപ്പ് കാൽവർട്ട് രക്ഷപ്പെട്ടു വരില്ല എന്നവർ ഉറപ്പിക്കുകയാണ്. ബോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പം അദ്ദേഹം ആ ആങ്കർ ചെയിനിൽ നിന്ന് പിടിവിട്ടു. അപ്പോഴും ആകെ ഒരു സഹായത്തിനുള്ളത് കയ്യിൽ റിസ്റ്റ് വാച്ചും ആ റിസ്റ്റ് വാച്ചിലുള്ള മാഗ്നറ്റിക് കമ്പസുമാണ്. ആ കമ്പസിൻ്റെ സഹായത്തോടെ അദ്ദേഹം ആ ബോട്ട് പോകുന്ന ദിശ മനസ്സിലാക്കി. അത് അദ്ദേഹത്തിൻ്റെ കപ്പൽ കിടക്കുന്ന ഭാഗത്തേക്കാണ്. തീരം നോക്കി നീന്തി. ഒടുവിൽ ആ ഹെലികോപ്റ്റർ തകർന്ന് വീണ ഭാഗത്ത് ഉള്ള പാറക്കെട്ടുകളിൽ പിടിച്ച് അദ്ദേഹം മുകളിലേക്ക് കയറി. ആ ബോട്ടിൻ്റെ ആങ്കർ ചെയിനിൽ തൂങ്ങി കിടക്കുന്ന സമയത്ത് തന്നെ അകത്തുള്ളവരുടെ സംസാരം അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. ആ സംസാരത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. 4 മനുഷ്യരാണ് ആ ബോട്ടിൻ്റെ അകത്തുള്ളത്. അവരുടെ എല്ലാം സ്വരം അദ്ദേഹം നേരത്തെ കേട്ടിട്ടുള്ളതാണ്. തലേ ദിവസം നാൻഡസ്വിൽ എന്ന കപ്പലിൻ്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണത്. ക്യാപ്റ്റൻ ഇമ്രി, ഡ്യൂറാൻ, ജാക്വിസ്, ഇത്രയും പേരുകൾ അദ്ദേഹം മനസ്സിലാക്കി. കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു പേര് ആ സ്വരത്തിൻ്റെ ഉടമയിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തെ കപ്പലിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയുടെ പേര് ക്വിൻ. ഒരു കാര്യം അദ്ദേഹത്തിന് ഉറപ്പായി, ശത്രുക്കൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. സീക്രട്ട് ഏജൻസിയുടെ ആളാണെന്നുള്ള വിവരം ശത്രുക്കൾ അറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ 2 സഹപ്രവർത്തകർ നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെ സഹായിക്കാനായി ഹെലികോപ്റ്ററും കൊണ്ടുവന്ന പൈലറ്റിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എയർഫോഴ്സിൻ്റെ വില പിടിച്ച ഒരു ഹെലികോപ്റ്റർ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരനായ ഫിലിപ്പ് കാൽവർട്ട് എന്നുള്ള വ്യക്തി ഇനി അധികകാലം സർവീസിലുണ്ടാവില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. കാരണം എല്ലാം അദ്ദേഹത്തിൻ്റെ പ്ലാനായിരുന്നു. 2 സഹപ്രവർത്തകരെ നാൻഡസ്വിൽ കപ്പലിലേക്ക് നിയോഗിച്ചത് അദ്ദേഹമായിരുന്നു. ഹെലികോപ്റ്റർ സെർച്ചിന് ആവശ്യപ്പെട്ട അദ്ദേഹമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പദ്ധതികളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. കുറേ നേരം ആ പാറക്കെട്ടുകളിലിരുന്ന് വിശ്രമിച്ച ശേഷം അദ്ദേഹം രാവിലെ ഒളിച്ചു വച്ചിരുന്ന ഡിങ്കി ബോട്ട് അതിൻ്റെ സ്ഥലത്തുനിന്ന് കടൽ തീരത്തേക്ക് വലിച്ചു കൊണ്ടുവന്നു. അതിൽ കാറ്റ് നിറച്ചു. അതിനുശേഷം രാവിലെ ചെയ്തതുപോലെ തന്നെ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. കാരണം അത് കേടുവരാതെ കടലിലേക്ക് ഇറക്കണം. അദ്ദേഹം അത് കടലിലേക്ക് ഇറക്കി. അത് മെല്ലെ തുഴഞ്ഞ് റിസ്റ്റ് വാച്ചിലുള്ള മാഗ്നറ്റിക് കമ്പസിൻ്റെ സഹായത്തോടെ അദ്ദേഹം ഫയർ ക്രസ്റ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കപ്പലിലേക്ക് യാത്ര ചെയ്തു. കപ്പലിൻ്റെ സൈഡിലെത്തിയ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി. അതിനകം അദ്ദേഹം ശരിക്കും തളർന്നിരുന്നു. ആ കപ്പലിൻ്റെ ഡെക്കിലേക്ക് ഒരുവിധം വലിഞ്ഞു കയറി അദ്ദേഹം കാണുന്നത് ഒരു വ്യക്തിയുടെ പുറകുവശമാണ്. ആ വ്യക്തിയുടെ ശരീരഘടന അനുസരിച്ച് അത് ക്വിന്നാണെന്ന് അദ്ദേഹം ഊഹിച്ചു. വളരെ പെട്ടെന്ന് ആ വ്യക്തിയുടെ കഴുത്ത് അദ്ദേഹത്തിൻ്റെ പിടിയിലമർത്തി. ആ ശക്തമായ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ വ്യക്തി കിണഞ്ഞ് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പക്ഷെ അപ്പോൾ കാൽവർട്ടിനൊരു സംശയം, എന്നെ പിടിച്ച വ്യക്തിക്ക് ഇത്ര അല്ലല്ലോ ശക്തി. അങ്ങനെ കാൽവർട്ട് പിടിയൊന്നയച്ചു. ആ വ്യക്തി ഒന്ന് തിരിഞ്ഞു. അദ്ദേഹം ഞെട്ടിപ്പോയി. അത് നേവൽ ഇൻ്റലിജൻസിൻ്റെ ചീഫായിരുന്നു. കാൽവർട്ട് അത്ഭുതത്തോടെയും ലേശം പരിഭ്രമത്തോടെയും ചോദിച്ചു, സാറെന്താ ഈ സമയത്ത് ഇവിടെ? അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് സ്വരമൊക്കെ ഒന്ന് ശരിപ്പെടുത്തി. കാരണം കുറേ നേരം തൊണ്ടയ്ക്ക് കയറി പിടിച്ചിരിക്കുകയായിരുന്നല്ലോ കാൽവർട്ട്. ഉച്ചയ്ക്ക് ഹൺസ്ലെറ്റിൻ്റെ കോള് വന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് നടക്കുന്നു എന്നറിയാൻ വന്നതാണ്. എന്നിട്ട് അവനവിടെ? ഇത്ര ഞാൻ ഈ കപ്പലിൽ നോക്കുമായിരുന്നു, ഞാൻ അവനെ കണ്ടിട്ടില്ല. പുലർച്ചെ ചായ എല്ലാം ഉണ്ടാക്കി കൊടുത്ത്
കാൽവർട്ടിനെ യാത്ര അയച്ച വ്യക്തിയാണ്. പോകുന്ന സമയത്ത് ആ ഫേക്ക് എഞ്ചിൻ റൂമിൽ നിന്ന് 2 പിസ്റ്റൾസ് കാൽവർട്ട് എടുത്തപ്പോൾ ഒരു പിസ്റ്റള് ഹൺസ്ലെറ്റും എടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആയുധം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, പെട്ടെന്ന് അദ്ദേഹത്തെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കാൽവർട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അല്പം നേരത്തെ തെരച്ചിലിന് ശേഷം ചീഫ് ചോദിച്ചു, താൻ പോയിട്ടെന്തായി? അതുവരെ നടന്ന സംഭവങ്ങളെല്ലാം കാൽവർട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞു. എല്ലാം കേട്ട ചീഫ് ചോദിച്ചു, അപ്പോൾ ഹെലികോപ്റ്ററും പോയി പൈലറ്റും പോയി അല്ലേ? കുറ്റബോധം കൊണ്ട് അദ്ദേഹം തലതാത്തി നിന്നു. പക്ഷെ അതിനെക്കുറിച്ച് പിന്നീട് ചീഫ് കൂടുതലൊന്നും സംസാരിച്ചില്ല. തണുപ്പും ക്ഷീണവും കൊണ്ട് അവശനായിരുന്ന കാൽവർട്ട് അലമാര തുറന്നു, സ്കോച്ച് വിസ്കിയുടെ കുപ്പിയെടുത്ത് ഒരു ഗ്ലാസിൻ്റെ പകുതിയോളം ഒഴിച്ച് വെള്ളം ചേർക്കാതെ കുടിച്ചു. ആ സമയത്ത് ചീഫും ഒരു ഗ്ലാസ്സിൽ വളരെ കുറച്ചെടുത്ത് അദ്ദേഹവും കഴിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാൽവർട്ട് ചോദിച്ചു, താങ്കൾ പ്ലെയിൻ ടൈം വെച്ച് നോക്കുമ്പോൾ ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഇവിടെ എത്തിക്കാണും. അപ്പം ഇത്രയും നേരം ഞാനിവിടെ വന്നു, ആരെയും കണ്ടില്ല. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്താണെങ്കിൽ ബീൻസ് വേവിച്ചല്ലാതെ ആവുന്നുമില്ല. കാൽവർട്ട് പറഞ്ഞു, എന്ത് ചെയ്യാം, നമുക്കതൊക്കെ ഉള്ളൂ. പക്ഷേ ഞാൻ നല്ല 1-ാം തരം ഭക്ഷണവും അല്പം സ്കോച്ചും ഒക്കെ കഴിച്ചു. എവിടെ നിന്ന്? ഷാങ്ക്രിലയിൽ. സർ അന്തോണി സ്കൗറാസും ചീഫും തമ്മിൽ നേരത്തെ പരിചയക്കാരാണ്. എങ്ങനെയുണ്ട് സ്കൗറയും ഭാര്യയും? സുഖമായിരിക്കുന്ന? ആ, 2 പേരും സുഖം. സ്കൗറയ്ക്ക് സുഖമായിരിക്കും, ഭാര്യയ്ക്ക് അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അതെനിക്കെങ്ങനെ അറിയാം? കയ്യിൽ കയറൊക്കെ വരഞ്ഞ പാടുള്ള ഒരു വ്യക്തിയുടെ സുഖം എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. സംഭവിക്കുന്നതാണ് അപ്പോൾ താൻ പറയുന്നത്? വെള്ളത്തിൽ കെട്ടിത്തൂക്കിയിട്ട് കഴിയുമ്പോൾ അങ്ങനെ സംഭവിക്കാം. സ്കൗറസ് ഭാര്യ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുമോ? എന്താ സംശയം? അതിൻ്റെ തെളിവാണല്ലോ അവരുടെ ദേഹത്ത് കാണുന്ന ആ പാടുകൾ. ഒപ്പം അവരുടെ നെറ്റിയിലൊരു പാടുണ്ട്. സാർ ശ്രദ്ധിച്ചായിരുന്നോ? ആ, ശ്രദ്ധിച്ചായിരുന്നു. വെള്ളത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുമ്പോൾ ഈ തിരയിൽപ്പെട്ട് ബോട്ടിൻ്റെ സൈഡിൽ പോയി ഇടിച്ചതും ആവാം. അതിനുശേഷം കാൽവർട്ട് അന്ന് പുലർച്ചെ ഹെലികോപ്റ്ററിൽ യാത്ര തുടങ്ങിയതിന് ശേഷം കണ്ടുമുട്ടിയ മനുഷ്യരെക്കുറിച്ചും പരിശോധിച്ച സ്ഥലങ്ങളെക്കുറിച്ചുമൊക്കെ ചീഫുമായിട്ട് ഡിസ്കസ് ചെയ്തു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചീഫ് ചോദിച്ചു, ഇതിനാരായിരിക്കും താങ്കളെ മനസ്സിലാക്കിയത്? കാൽവർട്ട് പറഞ്ഞു, അതാണ് ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ചീഫ് പറഞ്ഞു, ലോർഡ് ക്രിക്സൈഡ് ഒരിക്കലും അത്ര ഒരാളല്ല, അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയാം. അതുപോലെ തന്നെ ഡൊണാൾഡ് മെക് ഈച്ചേഴ്സനും. അയാൾ എന്തോ ഒരു മാനസിക സമ്മർദ്ദത്തിലാണെന്ന് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായിരുന്നു. എനിക്ക് തോന്നുന്നത് അയാൾക്ക് വേണ്ടപ്പെട്ട ആരെയോ ചിലർ തടവിലാക്കി വച്ചിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നാണ്. ഹൺസ്ലെറ്റിൻ്റെ തിരോധാനത്തിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ കാൽവർട്ട്? ഹൺസ്ലെറ്റ് ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല സാർ. ജീവനോടുണ്ടാവില്ലേ? ഉണ്ടാവില്ല. എന്നെയും ഹൺസ്ലെറ്റിനെയും അവർ തീർത്തു എന്നാണ് ഇപ്പോൾ അവരുടെ വിശ്വാസം. എന്നിട്ട് പക്ഷേ അയാളുടെ ബോഡി എങ്കിലും കാണണ്ടേ? ചീഫും കാൽവർട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കപ്പലിനടുത്തേക്ക് ഒരു ബോട്ട് വരുന്ന ശബ്ദം അവർ കേട്ടു. കാൽവർട്ട് പറഞ്ഞു, സാറ് എഞ്ചിൻ റൂമിൻ്റെ അകത്ത് കയറിയിരിക്കണം. അതിൻ്റെ വാതിൽ തുറന്ന് ഈ വന്നതിൽ ഒരുത്തനകത്തേക്ക് വരും. അപ്പോൾ ചീഫ് ചോദിച്ചു, ഒരുത്തനകത്തേക്ക് വരുള്ളോ? ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നാലോ? അത് വരാതെ ഞാൻ നോക്കിക്കോളാം. കാൽവർട്ട് എഞ്ചിൻ റൂമിൽ നിന്ന് ഒരു ഭാരം കൂടിയ നീളത്തിലുള്ള മെറ്റൽ പീസ് എടുത്ത് കയ്യിൽ വെച്ചു. അദ്ദേഹം അപ്പർ ഡെക്കിന് മുകളിൽ കയറി കമന്ന് കിടന്നു. ആ ബോട്ടിൽ നിന്ന് 2 പേരാണ് ഇറങ്ങിയത്. ആദ്യമായിട്ട് ഇറങ്ങിയ ആൾ നേരെ കാൽവർട്ട് ഊഹിച്ചതുപോലെ എഞ്ചിൻ റൂമിലേക്ക് നേരെ നടന്നു. രണ്ടാമത്തെ ആൾ ബോട്ടിൻ്റെ ഡെക്കിലേക്ക് കയറിയതും കാൽവർട്ട് പ്രവർത്തിച്ചു. പക്ഷേ അയാൾ വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. അടുത്ത നിമിഷം കാൽവർട്ട് അയാളുടെ മുകളിലേക്ക് എടുത്ത് ചാടി. കാൽവർട്ടിന് ഉറപ്പായിരുന്നു അയാളുടെ കയ്യിൽ ആയുധം ഉണ്ടാവുന്നു. പക്ഷേ
അയാൾക്ക് ആയുധം പ്രവർത്തിപ്പിക്കാനുള്ള സമയം കൊടുക്കാതെ കാൽവർട്ട് കയ്യിലിരുന്ന ആ ആയുധം കൊണ്ട് അയാളുടെ തലയിലേക്ക് അടിച്ചു. ഒറ്റ ക്ഷണം കൊണ്ട് അയാൾ മരിച്ചു. എൻജിൻ റൂമിലെത്തിയ കാൽവർട്ട് കാണുന്നത് മുഖം മുഴുവൻ ബ്ലഡ് പരന്ന് ഒരാൾ നിൽക്കുന്നു. തൊട്ടടുത്ത് തന്നെ ചീഫും നിൽക്കുന്നു. കാൽവർട്ട് പറഞ്ഞു, സാർ തോക്കെടുത്ത് അവൻ്റെ നേരെ ചൂണ്ടിക്കാം. ചീഫ് പറഞ്ഞു, അയാൾക്ക് തീരെ വയ്യ. കാൽവർട്ട് കുനിഞ്ഞ് അവിടെ അയാളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് കിടന്നിരുന്ന ഒരു ഗണ്ണെടുത്ത് ചീഫിൻ്റെ കൊടുത്തു. വയ്യ എന്ന് സാറിന് തോന്നും, പക്ഷെ അടുത്ത നിമിഷം അവൻ ചിലപ്പോൾ ഇതെടുത്ത് സാറിൻ്റെ ദേഹത്തേക്ക് ഷൂട്ട് ചെയ്തെന്നിരിക്കും. ചീഫ് വളരെ അത്ഭുതത്തോടെ കാൽവർട്ടിനെ നോക്കി. കാൽവർട്ട് പറഞ്ഞു, സാർ നമ്മൾ കളിക്കുന്നത് വളരെ പ്രൊഫഷണലായിട്ടുള്ള കില്ലേഴ്സിനോടാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളും ആ രീതിയിലൊക്കെ നിന്നേ പറ്റൂ. കാൽവർട്ട് നേരെ എൻജിൻ റൂമിലേക്ക് കയറി കുറച്ച് ഇലക്ട്രിക് വയറ് ഒരു മൂലയിൽ നമ്മൾ എടുത്തു. കൊലയാളികൾ വന്ന ബോട്ട് വലിച്ച് മുകളിലേക്ക് കയറ്റി അതിൻ്റെ എൻജിൻ അതിൽ നിന്ന് വേർപെടുത്തി അത് ആ ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് ആ മരിച്ചു കിടക്കുന്ന ആളുടെ കാലിലേക്ക് ചേർത്തി കെട്ടി. അതിനുശേഷം ആ ബോഡി തള്ളി കടലിലേക്കിട്ടു. ചീഫ് ചോദിച്ചു, ഇനി എന്താ പ്ലാൻ? ഇനി ഞാൻ ഷാങ്ക്രിയിലേക്ക് പോകുന്നു. ഷാങ്ക്രിയിലല്ലോ, എന്തിന്? ഹൺസ്ലറ്റിനെ അന്വേഷിക്കാൻ. അത് വെട്ടിത്തരമല്ലേ കാൽവർട്ട്? അവർ ഒരു സെക്കൻഡ് കൊണ്ട് താങ്കളെ വകവരുത്തും. അവരിൽ ഒരുപാട് ആയുധധാരികളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ആയുധം കൊണ്ടുപോകുന്നില്ല, ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നു. ഹൺസ്ലറ്റിനെ കണ്ടോ എന്ന് ചോദിക്കുന്നു.